കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിലേക്ക് വിശ്വാസത്തോടെ വരുന്ന ആളുകൾക്കെല്ലാം ദൈവമായ കർത്താവ് അവരെ അനുഗ്രഹിച്ചയക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ അടുക്കൽ വരിക എന്ന് പറയുന്നൊരു ഭാഗം വേദപുസ്തകത്തിന് അകത്തുണ്ട്, അഥവാ ദൈവസന്നിധിയിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ മിനിമം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്ക് ഉണ്ടാകേണ്ട യോഗ്യതകളെക്കുറിച്ച് ബൈബിൾ പറയുന്ന അനേക വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ടെന്നും ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഏറ്റവും മിനിമം കാര്യം ഇതാണ്. ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ വിഷയങ്ങൾ എത്ര വലുതാണെന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. എനിക്ക് മുമ്പ് കർത്താവിൽ അനുഗ്രഹീതനായ കർത്തൃദാസൻ പറഞ്ഞു നിർത്തിയതുപോലെ, പാസ്റ്റർ അഭിമന്യു പറഞ്ഞു നിർത്തിയതുപോലെ, ഒരു ശേഷിപ്പേ കയ്യിലുള്ളെങ്കിലും ഇതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം, ഹല്ലേലൂയ, ആ വിശ്വാസം, മനുഷ്യൻ്റെ കയ്യേക്കാൾ വലിയ കരം, മനുഷ്യൻ്റെ പ്രവൃത്തിയേക്കാൾ വലിയ പ്രവൃത്തി എനിക്ക് വേണ്ടി ചെയ്യാൻ ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസം ആർക്കുണ്ടോ അവർക്ക് ഇതിനെ വിജയമായി കാണാൻ കഴിയുള്ളൂ. ഈ യോഗത്തിൻ്റെ 6ാമത്തെ ദിവസം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എനിക്ക് ഇത്രയും വിഷയമുണ്ടെന്നുള്ള ചിന്ത മാറ്റിയിട്ട് എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ കയ്യിലേക്ക് എന്ത് കൊടുത്താലും കൊടുത്തതുപോലെ തിരികെ തരികയിൽ അവൻ അതിനെ വർദ്ധിപ്പിക്കാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, റേഖാമാന ശംദരാധന, അതിനെ നിറയ്ക്കാൻ വിശ്വസ്തനാണ്. എൻ്റെ ഉള്ളത് കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യാൻ ഞങ്ങളുടെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് നിങ്ങൾക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ ആ വാക്യത്തോട് പ്രതികരിക്കാമോ അതുപോലെ പ്രതികരിച്ച് ദൈവത്തോട് ഈ പ്രാരംഭ സമയത്ത് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, റൂബാനാരക ശംദലജരദനാദിയാന, ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാത്രമല്ല വാക്യത്തിൻ്റെ അടുത്ത ഭാഗം എങ്ങനെയാണ്? ദൈവം ഉണ്ടെന്നറിയല്ല, അങ്ങനെ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അടുത്ത വാക്ക്, ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണ്. ഇവിടെ വരെ വന്നതിനൊരു പ്രതിഫലമുണ്ട്, കൂലിയല്ല, പ്രതിഫലമുണ്ട്. 4 സ്തോത്രം പറഞ്ഞാൽ അതിന് പ്രതിഫലമുണ്ട്. ദൈവത്തെ വിശ്വസിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. ഈ യോഗത്തിന് ദൈവസന്നിധിയിൽ ഒരു പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട്. റബല ശതരജന ഹദല ഘടകശസിഹ, എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. കൂലിയാണെങ്കിൽ പറഞ്ഞൊക്കുന്നതാണ്, പ്രതിഫലം പറഞ്ഞൊക്കുന്നതല്ല. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്നതാണ്. ഹല്ലേലൂയ, ദൈവം അത് ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, കർത്താവ് അത് ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്ന വാക്കുകളെല്ലാം ഏറ്റവും വലുതാണ്. സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ, ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ദൈവത്തിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. എല്ലാവർക്കും വചനം എങ്ങനെയാണെന്നുള്ളതല്ല, രക്ഷിക്കപ്പെടുന്നവർക്ക് ഇത് വെറും ഒരു പുസ്തകമല്ല, രക്ഷിക്കപ്പെടുന്നവർക്ക് ഇത് കുറേ കഥകൾ എഴുതി വെച്ചിരിക്കുന്നതല്ല, രക്ഷിക്കപ്പെടുന്നവർക്ക് സ്തോത്രം ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ വചനവും നമ്മളുമായിട്ടുള്ള ഡീല് പോലും മാറി വരും. അത്രയ്ക്ക് അനുഗ്രഹമാണ് രക്ഷിക്കപ്പെടൽ എന്ന് പറയുന്നത്. യോഗത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും വീടുകളിലാണെങ്കിൽ പോലും പതിവായി പങ്കെടുക്കുന്നവർ രക്ഷ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ ഈ യോഗത്തിൻ്റെ ഈ ദിവസങ്ങളിൽ, ഡിസംബർ തീരുന്നതിനേക്കാൾ മുമ്പ് ഈ കാര്യത്തെക്കുറിച്ച് ഉറപ്പുള്ളവരായിരിക്കണം. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ വചനം പോലും ശക്തമായി മാറാനിടയാകും. മരുന്നിനേക്കാൾ ഫലിക്കും, ഒരുപക്ഷെ പണത്തേക്കാൾ പ്രയോജനപ്പെടും. ആ വിധത്തിൽ ദൈവമായ കർത്താവ് നമ്മളെ മാറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ലളിതമായ ഒരാത്മീക ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ 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 പരിചിതമായ, ഒരുപക്ഷേ നമ്മുടെ യോഗങ്ങളിൽ തന്നെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഒരു വേദഭാഗത്ത് നിന്നാണ് ഇന്ന് വായിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു കൊച്ചു വാക്ക് ദൈവദാസൻ ആദ്യം ഓർപ്പിച്ചതുപോലെ എടുത്ത് നിങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി രാജാക്കന്മാരുടെ 2ാമത്തെ പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. ബൈബിൾ നിവർത്തി ദയവായി നിങ്ങളുടെ വാക്യം നോക്കുമ്പോൾ ഞാൻ ആ വാക്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒരു ഗംഭീരമായ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ആ വാക്യം വായിക്കുന്നത്. ആ ഭാഗം മുഴുവൻ ഒരുപക്ഷെ വിശദീകരിക്കാൻ നമുക്ക് അവസരം കിട്ടിയെന്നിരിക്കില്ലെങ്കിൽ ആ വാക്യത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 2 രാജാക്കന്മാർ 3:20. ഇങ്ങനെയാണ് ആ വാക്യം. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിൻ്റെ സമയത്ത് വെള്ളം ഏദോം വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. പരിചിതമായ വേദവാക്യമാണെന്ന് പറഞ്ഞല്ലോ. സ്തോത്രം. നമുക്ക് അപരിചിതമായൊരു ഭാഗമല്ല. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകലിൽ ഈ വാക്യത്തിനകത്ത് എന്തോ പ്രാർത്ഥിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മറച്ചു വെച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥനയോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താനിടയാകും. അത് സംഭവിക്കട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒന്നോടെ ഞാൻ ആ വാക്യം ശ്രദ്ധയിൽപ്പെടുത്താം. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിൻ്റെ സമയത്ത്. ഞാൻ ആ വാക്കാണ് ഇന്നത്തെ ദൂതിന് ആധാരമായിട്ട് എടുക്കുന്നത്. ഭോജനയാഗത്തിൻ്റെ സമയത്ത്, യാഗാർപ്പണ സമയത്ത് സ്തോത്രം ഒരത്ഭുതം നടക്കുക. അതിന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകുന്നു. 100 പ്രസംഗം ഈ യോഗങ്ങളിൽ പറഞ്ഞു കേൾപ്പിക്കുന്നതിനേക്കാൾ ചില കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്ന ദിവസങ്ങളിലേക്ക് ദൈവമായ കർത്താവ് നമ്മളെ മാറ്റാനിടയാകട്ടെ. സംഭവം നിങ്ങൾക്കറിയാം. 3-ാം അധ്യായത്തിലെ ഈ സംഭവം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും സ്തോത്രം അതുപോലെ തന്നെ
സ്തോത്രം ഏദോം രാജാവുമായി ഒരുമിച്ച് ചേർന്ന് അവർ ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ മോവാബ് രാജാവുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആ പ്രത്യേക വേളയിൽ, ആ സമയത്ത് അവരുടെ യാത്രാ മധ്യത്തിൽ അവർക്ക് ചില അനിശ്ചിതത്വങ്ങൾ, കണക്കുകൂട്ടലുകൾ പഴയ്ക്കുന്നു. ആ പ്രത്യേക സമയത്ത് അങ്ങനെ ഒരു സ്ഥിതിയിൽ അവർ ഭാരപ്പെടുകയാണ്. അങ്ങനെ ഭാരപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലചിത്തരായിരിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ സംഘടിതമായിരിക്കുന്ന ആ സംഘത്തിനകത്ത് സ്തോത്രം യെഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവ്, യഹൂദയുടെ രാജാവായിരിക്കുന്ന യെഹോശാഫാത്ത്, അദ്ദേഹം ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു അന്വേഷണം നടത്തുകയാണ്. ആ കൂട്ടത്തിനകത്ത് അന്വേഷണം ഇതാണ്: ഈ വിഷയത്തെക്കുറിച്ചൊരു ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാൻ പ്രവാചകന്മാർ ആരുമില്ലേ നിങ്ങളുടെ ദേശത്ത് എന്ന് ചോദിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഇസ്രായേലിന്റെ രാജാവിന്റെ ഭൃത്യൻ പറയുന്നത്, അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് പ്രവാചകന്മാർ അരുളപ്പാട് ചോദിക്കാനൊന്നുമില്ല. പിന്നെ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ശാഫാത്തിന്റെ മകൻ ഏലീശ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ആ പരിചയപ്പെടുത്തലിനകത്ത് തന്നെ ഒരു പുച്ഛമുണ്ട്. അപ്പോൾ ആ പ്രദേശത്തുള്ളവർക്ക്, അല്ലെങ്കിൽ ആ രാജാവിന്റെ ഭൃത്യനും അവർക്കും പ്രവാചകന്മാരോടും അല്ലെങ്കിൽ ദൈവഭൃത്യന്മാരോടും ശുശ്രൂഷയോടൊക്കെ ഉള്ള ഒരു അവഗണന ആ വാക്കിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ തന്നെ, അവരുടെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ആരാധനയോട്, ആത്മീകത്തോട്, പ്രാർത്ഥിക്കുന്നവരോട്, ദൈവദാസന്മാരോട്, പവർ വിഷനോട് ഒക്കെയുള്ള ഒരു വല്ലാത്ത പുച്ഛം വാക്കിലൂടെ തന്നെ വെളിപ്പെടുത്തിയേക്കാം. അതുപോലത്തെ ഒരു വെളിപ്പെടുത്തലാണ് ഇവിടെ പറഞ്ഞത്. ആ പരിചയപ്പെടുത്തലിനകത്ത് സ്തോത്രം ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ശാഫാത്തിന്റെ മകനായ ഏലീശ എന്ന് പറയുന്ന ഒരുവനുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഏത് വിഷയത്തെ ചൊല്ലിയാണോ അപമാനിക്കുന്നത്, അതേ വിഷയത്തിലൂടെ മറുപടി തരുന്നവനാണ് സ്വർഗസ്ഥനായ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏലീശയെ അപമാനിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച വാക്കിതാണ്: ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവൻ. സ്തോത്രം. അതൊരു അസ്വാഭാവികമായ പരിചയപ്പെടുത്തലാണ്, ഒരു നിന്നയുടെ വാക്കാണ് അതിനകത്ത് കിടക്കുന്നത്. ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവൻ. സ്തോത്രം. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് നിന്ദിച്ചവനാണ് ആ ഏലീശയെ പിന്നത്തേതിൽ വെള്ളത്തിന്റെ മേൽ ഒരു അസാധാരണ കഴിവുള്ളവനാക്കി മാറ്റി ദൈവം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എരിഹോവിൽ ചെന്നപ്പോൾ വെള്ളം ചീത്തയായിരുന്നു. സ്തോത്രം. കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവനെന്ന് പറഞ്ഞ് കളിയാക്കിയവന്റെ ശുശ്രൂഷ കൊണ്ടാണ് ആ ദേശത്തിന്റെ വെള്ളത്തിന്റെ നാശം, ഗർഭനാശം മാറിയത്. യേശുവിന്റെ നാമത്തിൽ എന്ത് പറഞ്ഞ് നിന്നെ നിന്ദിക്കുന്നു, അതേ നാണയത്തിൽ മറുപടി തരുന്നൊരു ദൈവമുണ്ട്. നിന്റെ ശുശ്രൂഷയെക്കുറിച്ച്, നിന്റെ അന്യഭാഷയെക്കുറിച്ച്, നിന്റെ പ്രാർത്ഥനയെക്കുറിച്ച്, നിന്റെ പാട്ടിനെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച്, നിന്റെ ശാരീരിക സ്ഥിതിയെക്കുറിച്ച്, ആത്മീകമായി എങ്ങനെ ശത്രു നിന്ദിക്കുന്നു, അതിലൂടെ ഒരു വിടുതൽ തരാൻ വെള്ളത്തിന്റെ മേലൊരു അധികാരം. നിങ്ങൾ ഓർക്കുന്നില്ലേ? യോർദാനിൽ സ്തോത്രം ഈ ഒരുത്തിന്റെ ഒരു പ്രവാചക ശിഷ്യന്റെ കോടാലി ഊരിത്തെറിച്ചപ്പോൾ ഓളപ്പരപ്പിൽ ഓളം വെട്ടി തീരാത്ത, ഒഴുക്ക് നിൽക്കാത്ത യോർദാന്റെ അടിത്തട്ടിലേക്ക്, ആ വെള്ളത്തിലേക്ക് പോയപ്പോൾ സർവശക്തനായ ദൈവം കൊടുത്ത അധികാരം കൊണ്ട് ആ വെള്ളത്തിലേക്ക് ഒരു കമ്പ് വെട്ടി എറിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടത് തിരിച്ചു വന്നു. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം: നീ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവനാന്ന് പറഞ്ഞ് നിന്നെ നിന്ദിച്ചാൽ, അതേ വിഷയത്തിലൊരു അധികാരം, അതേ വിഷയത്തിലൊരു അഭിഷേകം, അതേ വിഷയത്തിലൊരു ശുശ്രൂഷ. ഗ്ലോറി ബാ ശന്തരാല രക്ഷസിയാല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണ്ടൊക്കെ കർത്തൃദാസന്മാരെ കളിയാക്കുമായിരുന്നു, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നവരെ കളിയാക്കുമായിരുന്നു, സായിപ്പിന്റെ കാശ് മേടിക്കാൻ പോയവരാന്ന് പറഞ്ഞ്. നിങ്ങളാരും കേട്ടിട്ടുണ്ടായിരിക്കുകയില്ല. കാരണം സ്തോത്രം രക്ഷയിലേക്കൊക്കെ വന്ന് അതുപോലെ നിൽക്കുമ്പോഴാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവർ വലിയ പ്രചാരം നടത്തി. സ്തോത്രം. സായിപ്പിന്റെ കാശ് കിട്ടും, സായിപ്പിന്റെ കാശ് കിട്ടുമെന്ന്. സ്തോത്രം. അങ്ങനെ പറഞ്ഞ് കളിയാക്കിയവരൊക്കെ ഇപ്പോഴും റബ്ബർ വെട്ടി നടക്കുന്നുണ്ട്. പക്ഷെ അപമാനമേറ്റവനൊക്കെ സായിപ്പിന്റെ കാശ് മേടിച്ചു. സ്തോത്രം. എന്ത് പറഞ്ഞ് കളിയാക്കുന്നോ അതേ നാണയത്തിൽ ദൈവം മറുപടി തരും. ഇന്ന് പകൽക്കാലം അവമാനമേറ്റവരുണ്ടെങ്കിൽ, നിന്നയേറ്റവരുണ്ടെങ്കിൽ, സ്തോത്രം, ഏത് വാക്ക് പറഞ്ഞ് സ്തോത്രക്കാരൻ എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ അതേ സ്തോത്രം കൊണ്ട് വിടുതൽ തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ ആ വാക്ക് ശ്രദ്ധിച്ചതല്ല, പക്ഷേ എൻ്റെ പഠനത്തിലോ ചിന്തയിലോ എവിടെയോ കടന്നതാണ്. പക്ഷെ ഇന്ന് പകൽ ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞു വരുമ്പോൾ ദൈവാത്മാവ് നിങ്ങളിൽ ആർക്കോ വേണ്ടി പറയുന്നു: നീ നിന്നയേറ്റതാണെങ്കിൽ, നീ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നിന്റെ ചാർച്ചക്കാര് എന്ത് പറഞ്ഞുകൊണ്ടാണോ നിന്ദിച്ചത്, ഏത് വാക്കാണോ ഉപയോഗിച്ചത്, അതിന്റെ മേലൊരു അധികാരം തന്ന്, അതിന്റെ മേലൊരു അഭിഷേകം തന്ന് മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ കരുതിക്കൂട്ടിയതല്ല. പക്ഷേ ദൈവം ഞങ്ങളോട് പറയുന്നു. രക്തം ചെയ്യാം. പുറകോട്ട് ഒരു മിനിറ്റ് ഓർത്ത് നോക്കുക. എന്തൊക്കെ വാക്കുകളാണ് ശത്രു ഉപയോഗിച്ചത്, ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, അതിന്മേലെല്ലാം ദൈവം കണക്കെഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. അതിന്മേലെല്ലാം ദൈവമായ കർത്താവ് കണക്കെഴുതി വെച്ചിട്ടുണ്ട്. ഏലിയാവിന്റെ കൂടെ യോർദാന്റെ അക്കരെ കടന്നുപോയി. അക്കരെ വെച്ച് ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടു. തിരിച്ചൊറ്റയ്ക്കായ ഏലീശയ്ക്ക് തിരിച്ചു വന്നേ പറ്റൂ.
സ്തോത്രം. പോകുന്ന വഴിക്ക് പ്രവാചക ശിഷ്യന്മാരെല്ലാവരും കളിയാക്കി, അങ്ങനെ ദൈവം എടുക്കും, നീ ഒറ്റപ്പെടും, നിനക്ക് ഇക്കരെ കയറാൻ പറ്റിയേല, നീ ഒന്നുമല്ലാതെയാകും എന്ന് പറഞ്ഞ് അക്കരെ കയറി. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ യോർദാന്റെ അക്കരെ വെച്ച് ഏലിയാവ് എടുത്തു കൊള്ളപ്പെട്ടെങ്കിലും പുതപ്പ് കിട്ടിയ ഏലീശ വെള്ളത്തിന്റെ മേൽ പിന്നെയും അധികാരം വെളിപ്പെടുത്തി. പുതപ്പ് മടക്കി യോർദാനെ അടിക്കുമ്പോൾ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവനെന്ന് പറഞ്ഞ് കളിയാക്കിയവന്റെ മുമ്പിൽ സ്തോത്രം, ബാരല് കണക്ക് വെള്ളം, കണക്കില്ലാത്ത വെള്ളം, മരണ യോർദാന്റെ വെള്ളം, ആ വെള്ളം രണ്ടായി മാറിയിട്ട് അത്ഭുതത്തിന്റെ വഴികൾ തുറക്കാൻ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇന്ന് പകലിൽ ദൈവം എന്താ ഉദ്ദേശിക്കുന്നുണ്ട്? നീ നിന്ദിക്കപ്പെട്ട അതേ വാക്ക് നിന്റെ വിടുതലിന്റെ അനുഗ്രഹമായി മാറാൻ, നിന്റെ നന്മയുടെ അനുഗ്രഹമായി മാറാൻ പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായി പറയുകയാണ്. സ്വർഗം ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. നിന്റെ ലൈഫിന്റെ പാസ്വേഡായി മാറാൻ ശത്രു നിന്ദിച്ച നിന്നയെ ദൈവം അങ്ങനെ ആക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. അതാക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം, ഹല്ലേലൂയ. എത്രണ്ണം പറഞ്ഞു വെള്ളത്തിൻ്റെ മേൽ ഏലീശയ്ക്കുള്ള അധികാരം. അവസാനമാണ് ഇവിടെ പറയുന്നത്, രാജാക്കന്മാർക്ക് വെള്ളമില്ലാതെയായി. അവർക്ക് വെള്ളമില്ലാതെയായ സമയത്ത് വന്ന് ബുദ്ധിമുട്ടി ലാസ്റ്റ് ചോദിച്ചപ്പോഴാണ് ഈ വാക്കുകൊണ്ടൊക്കെ അപമാനിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ വന്നു. പക്ഷേ ഏലീശ ആദ്യം പ്രതികരിച്ചത് ചില ടഫായിട്ടാണെങ്കിലും യഹോശാഫാത്തിന്റെ മുഖത്തെ ആദരിച്ചുകൊണ്ട് ഒരു ദൈവിക ദൂതിലേക്ക് വരികയാണ്. സ്തോത്രം. എൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഈ വാക്യം വായിച്ചതിന്റെ പ്രധാന സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. യഹോശാഫാത്തിനോടുള്ള ആദരവ് നിമിത്തം പരിശുദ്ധാത്മാവ്, യഹോവയുടെ ആത്മാവ് എലീശയുടെ മേൽ വന്നിട്ട് പറഞ്ഞു, ഈ താഴ്വരയിലെല്ലാം കുഴികൾ വെട്ടുക, സ്തോത്രം, വെള്ളം കൊണ്ട് നിറയുമെന്ന് പറഞ്ഞു. അത് കേട്ടു. എന്നെക്കാൾ മുമ്പ് വെള്ളം വന്ന വഴിയും കൂടി വേണമെങ്കിൽ നോക്കിയേരെ. ഭോജനയാഗത്തിന്റെ സമയത്ത്, 20-ാം വാക്യം, ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ആകാശത്തുനിന്ന് വന്നെന്നല്ല എഴുതിയിരിക്കുന്നത്, ഏദോം വഴിയായി, സ്തോത്രം, ഏദോം വഴിയായി വെള്ളം വരുന്നത് കണ്ടു. ഏദോമിന്റെ പഴയ ഒരു ചരിത്രം കിടക്കുന്നുണ്ട്. ഏദോമിന്റെ സംഖ്യാപുസ്തകത്തിലാണ് കിടക്കുന്നത്. ഏദോം എന്ന് പറയുന്നത് യാക്കോബിന്റെ സഹോദരനായ ഏശാവിന്റെ സന്തതി പരമ്പരകളെയാണ് ബൈബിൾ ഏദോമ്യർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിയർ യാക്കോബിന്റെ സന്തതി പരമ്പരകളാണ്. യഹൂദന്മാർ അവരുടെ ഫസ്റ്റ് കസിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു സമയത്ത് കിടന്ന ടിൻസ് ആയിരുന്നല്ലോ ഏശാവും യാക്കോവും. അതിന് ഏശാവിന്റെ മക്കളാണ് ഏദോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പണ്ടൊരിക്കൽ ഇസ്രായേൽ മക്കൾ, സ്തോത്രം, അവർ മിസ്രയീമിൽ നിന്ന് പോരുന്ന വഴിക്ക് സംഖ്യാപുസ്തകത്തിന്റെ 20-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്. അതിന് ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ പെരുവഴിയിൽ കൂടി പോയിക്കൊള്ളാം, ഞാനും എൻ്റെ കന്നുകാലികളും നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിൻ്റെ വില തരാം, കാൽനടയായി കടന്നു പോകണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഏദോമിലൂടെ കടന്നു പോരേണ്ട ഒരു സാഹചര്യം മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്കുണ്ടായി. ഇസ്രായേൽ മക്കൾക്കുണ്ടായ സമയത്ത് മോശ കാലെ കൂട്ടി ഏദോം രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട്, സ്തോത്രം, ഏദോം രാജാവിനോട് ദൂതന്മാർ മുഖാന്തരം അറിയിക്കുകയാണ്. 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അനന്തരം മോശെ കാദേശിൽ നിന്ന് ഏദോം രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് പറയിച്ചതിൻ്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെ നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ പോയി ഏറിയ കാലം പാർത്തു. മിസ്രയീമിൽ ഞങ്ങളുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. ഞങ്ങളുടെ യഹോവയുടെ നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ടു, ദൂതനെ അയച്ചു. ഓക്കെ, നമുക്കറിയാം. ഇപ്പോൾ മോശ ദൂതന്മാരെ അയച്ചിട്ട് ഏദോം രാജാവിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഉണ്ടായ കഷ്ടങ്ങളൊക്കെ നീ അറിയുന്നല്ലോ. നിന്റെ സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. ദൈവം ഒരു ദൂതനെ അയച്ച് ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾ ഇവിടെ തങ്ങാൻ ആഗ്രഹിക്കുകയല്ല, നേരെ കനാനിലേക്ക് പോകുകയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ നിന്റെ ദേശത്ത് കൂടി കടന്നു പോകാൻ അനുവദിക്കണം. ഇതായിരുന്നു ആവശ്യം. ഞാൻ ഈ വാക്യം രാവിലെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു, മോശ ഏകദേശം 40 സ്ഥലങ്ങളിൽ പാളയമടിച്ചാണ് കനാനിലേക്ക് എത്തുന്നത്. 40 സ്ഥലങ്ങളും ക്രോസ് ചെയ്യുമ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിൽ വണ്ടി കിടക്കുന്നത് പോലെ ഓരോ ചെക്ക് പോസ്റ്റിലും ചെന്ന് ക്ലിയറൻസ് വാങ്ങിച്ചിട്ടല്ല പോയത് എന്ന് നിങ്ങൾക്കറിയായിരിക്കും. ഓരോ നാട്ടുരാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട്, രാജാവെ ഞങ്ങൾ ആ വഴി പോവുക, അതിൻ്റെ പേരിൽ ഞങ്ങളൊന്നും വെള്ളം പോലും കുടിക്കുകയല്ല, ഇതിലെ പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ടല്ല ഒരു സ്ഥലത്തും ക്രോസ് ചെയ്തത്. ആണോ? അല്ലല്ലോ. മോവാബിലൂടെ കടന്നു പോയപ്പോൾ, മറ്റു പല സ്ഥലത്ത് കടന്നു പോയപ്പോൾ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഏദോമിലൂടെ കടക്കാൻ നേരത്ത് മോശ ഒരു അനുവാദം ചോദിക്കാൻ ആളെ വിട്ടിരിക്കുന്നു. അതിൻ്റെ പുറകിൽ എന്തോ കാര്യം. അങ്ങനെ ഇന്ന് വരെ ഒരു രാജാവിനോടും ചോദിച്ചിട്ടില്ല. എത്രയോ രാജാക്കന്മാരുടെയും പ്രാദേശിക രാജ്യങ്ങളെ കടന്നാണ് അവർ 40 സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന പട്ടണങ്ങളിൽ രാജാക്കന്മാരെ ക്രോസ് ചെയ്തല്ലേ പോകുന്നത്. ഒരു അനുവാദം ചോദിച്ചിട്ടില്ല, അധികാരത്തിലാണ് പോകുന്നത്. സ്തോത്രം. പക്ഷെ ഇവിടെ വെച്ച് എന്തുകൊണ്ടോ മോശ ഏദോമിനോട്, സഹോദരനോട് അനുവാദം ചോദിക്കുക. പ്രതീക്ഷിച്ചതിന് ഘടകവിരുദ്ധമായിട്ട് അനുവാദം കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഇതിലെ പോകാൻ പറ്റിയല്ല, ഞങ്ങളുടെ വഴി കാല് കുത്താൻ പറ്റിയല്ല. സഹോദരങ്ങളാന്ന് ഓർത്തോളം ഇതിലെ കാല് കുത്താൻ പറ്റിയല്ല. അന്ന് മോശ കെഞ്ചിക്കൊണ്ട് പറഞ്ഞൊരു വാക്കാണ് 20-ന്റെ 19, ഞാനും എൻ്റെ കന്നുകാലികളും
നിന്റെ വെള്ളം കുടിച്ചു പോയാൽ, ഏദോമിനോടാ പറയുന്നത്, വെള്ളം കുടിച്ചു പോയാൽ അതിന്റെ വില തന്നേക്കാം. അയാൾ സമ്മതിച്ചില്ല. അയാൾ പറഞ്ഞു, വില തരണ്ട, ഒന്നും തരണ്ട, ഇതിലെ വരാൻ പറ്റിയല്ല. അങ്ങനെ സ്വന്തം സഹോദരങ്ങൾ വഴി മുടക്കി വഴി അടച്ചു. സ്തോത്രം. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ ഏറ്റവും അടുത്ത് നിന്നവരിൽ നിന്ന് നടക്കാനുള്ള നടപ്പാതയല്ല, നിന്റെ ജീവിതത്തിലേക്ക് വരേണ്ട ഏതെങ്കിലും നന്മയുടെ വഴികൾ നിനക്ക് ഏറ്റവും വിലപ്പെട്ടവർ അടച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ദൈവാത്മാവ് പറയുന്നു, നീ കേസിന് പോകണ്ട, വഴക്കിന് പോകണ്ട. ഒരു കാലം ദൈവം തിരിച്ചു തരാൻ പോകുകയാണ്. ഈ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് കർത്താവിന്റെ ആത്മാവിൽ അരുളി ചെയ്യുന്നു, നിന്റെ നഷ്ടങ്ങളെ തീർക്കുന്നത് കുടുംബയോഗക്കാരല്ല. നിനക്കൊരു ദൈവം ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ എബ്രായ ലേഖനത്തിലെ വാക്യം, നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവം പ്രതിഫലം തരുന്നവനാണ്. നീ സഹിച്ച കഷ്ടത്തിനും ഏറ്റ നിന്നയ്ക്കും, നിന്നെ ഒറ്റപ്പെടുത്തിയതിനും, നിന്റെ വഴി അടച്ചതിനും, നിന്റെ നന്മകൾക്ക് മുഖാന്തരങ്ങൾക്ക് വാതിലടച്ചതിനും, നിന്റെ കുഞ്ഞിന് വരേണ്ട നന്മ ഇല്ലാതാക്കിയതിനും, നിന്റെ വീട്ടിൽ കെട്ടേണ്ട അവകാശം ഇല്ലാതാക്കിയതിനും, അതിനെല്ലാം സ്വർഗം പറയുന്നു ഒരു പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്. 2026 കയറുമ്പോൾ വിശ്വസിച്ചോ, സ്വർഗം അതിന് വലിയ ഗംഭീരമായ പദ്ധതിയാണ്. യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ വെച്ച് അവർ പറഞ്ഞു, നോക്കിയാല, നടക്കിയാല. സ്തോത്രം. ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ അതിന് സ്വന്തം സഹോദരന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിന് കാശ് കൊടുക്കേണ്ടി വന്ന ഗതികേട്, കൊടുത്തില്ല, കൊടുക്കാമെന്ന് പറയേണ്ടി വന്ന ഗതികേട്, ബന്ധങ്ങൾ ഉലഞ്ഞതിന്റെ ലക്ഷണം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ നിന്നോട് ദൈവം പറയുന്നു, സ്തോത്രം, ഒരു കാലം വരുന്നുണ്ട്. ഹല്ലേലൂയ. നിനക്ക് കുടിവെള്ളം പോലും മുടക്കിയവനെ നീ നിമിത്തം അവന്റെ നാട്ടിലൂടെ നീ ഒരു അനുഗ്രഹമാകുമ്പോൾ, നീ ഒരു നന്മയാകുമ്പോൾ, നീ ദൈവത്തിന്റെ കൃപയിലാകുമ്പോൾ, ഏതോ വഴിയായി, പണ്ട് വെള്ളം തരാത്തവന്റെ വഴിയായി നീ നിമിത്തം നദികൾ പോലെ ഒഴുകട്ടെ. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ സ്തോത്രം, അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. നീ കർത്താവിനെ വിശ്വസിച്ചപ്പോൾ, ദൈവത്തെ വിശ്വസിച്ചപ്പോൾ, ആ കാലഘട്ടങ്ങളിൽ നിനക്ക് വിരോധമായി പറഞ്ഞതും ചെയ്തതും, സ്തോത്രം, ഹല്ലേലൂയ, അതിനെല്ലാം തലമുറയുടെ കാലത്താണെങ്കിലും കർത്താവ് കണക്ക് തീർക്കും. നമ്മുടെ ദൈവത്തെ പ്രതികാരത്തിന്റെ ദൈവമെന്നാണ് വിളിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ പ്രതികാര രീതികൾ പലതാണ്. ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരോടും ദൈവം വടിയും വാളും കൊണ്ടല്ല പ്രതികാരം ചെയ്യുന്നത്. മധുരപ്രതികാരം എന്ന് കേട്ടിട്ടുണ്ടോ? മലയാളികൾ പറയുന്നൊരു വാക്കാണ്. ദൈവം ചിലരോട് അങ്ങനെ ചെയ്യുന്നത്. യോസേപ്പിന്റെ സഹോദരന്മാർ യോസേപ്പിനോട് ചെയ്തത് എത്ര ക്രൂരമാണ്. പക്ഷെ യോസേപ്പിനോട് ചെയ്തതിന് സ്വന്തം സഹോദരന്മാരോട് ദൈവം ഒരർത്ഥത്തിൽ പറഞ്ഞ പ്രതികാരം ചെയ്തു. കുഴി പിടിച്ചിട്ട് കിട്ടിയ കാശിന് വിറ്റ്, ജീവിതത്തിൽ അപ്പനിൽ നിന്ന് അകറ്റി, നാട്ടിൽ നിന്ന് ഒരു കച്ചവടച്ചരക്ക് പോലെ വിറ്റ് കളഞ്ഞു. ഒരു സഹോദരനോട് ചെയ്യാൻ പാടില്ലാത്തത്. സ്തോത്രം, ഹല്ലേലൂയ. അതിന് കൂലിയായിട്ട് യഹൂദയുടെയോ രൂപേന്റെയോ മക്കളെ ഒന്നും ഇതുപോലെ ആക്രി പോലെ വിൽക്കാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം പ്രതികാരം ചെയ്തു. എങ്ങനെയാണെന്നറിയാമോ? 13 കൊല്ലങ്ങൾക്ക് ശേഷം മിസ്രയീമിൽ ഇവരെ ചാക്കുകൊണ്ട് ചെല്ലുമാറാക്കി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, സൺഡേ സ്കൂൾ സ്റ്റോറി അത്. കൊന്നില്ല, യേശുവിന്റെ നാമത്തിൽ അനർത്ഥം വരുത്തിയില്ല, പാരലൈസ് ആയില്ല. ആരോഗ്യമുള്ള ശരീരത്തോടെ കാലിച്ചാക്കുമായി യോസേപ്പിന്റെ മുമ്പിൽ ചെന്ന് ചേട്ടൻ മുതൽ അനിയൻ വരെ പന്തിയിൽ ഇരുന്നത് എന്റെ ചിന്താഗതിയിൽ ദൈവം കൊടുത്ത പ്രതികാരമാണ്. ചോര പൊടിയാതെ, നഷ്ടം വരാതെ എന്റെ ദൈവത്തിന് സഹോദര കുടുംബങ്ങളോട് നിന്നെ മാനിച്ചുകൊണ്ട്, നിന്നെ ഉയർത്തിക്കൊണ്ട്, നിന്റെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട്, പരിശുദ്ധാത്മാവ് ഞാൻ വായിച്ച വാക്യത്തിനകത്ത് ഒരു പ്രസംഗം കിടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രസംഗമല്ല പുറത്തേക്ക് വരുന്നത്. സാധാരണ ചെയ്യുന്നത് പോലെ 4-5 വാക്യങ്ങൾ എഴുതി വെച്ച് ഞാൻ വായിച്ച 33:20 ഒരു പ്രസംഗം ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത്. പക്ഷെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ചിലരോട് ദൈവം ഇടപെടുകയാണ്. ഇന്ന് പകൽക്കാലം ചില ദൂതുകൾ ദൈവം പറയുക. കർത്താവ് പറയുന്നു, നീ പ്രതികാരം ചെയ്യരുത്, ഒരനർത്ഥം ചിന്തിക്കരുത്. ചില കഴിയുമ്പോൾ ദൈവം നിന്നെ വിറ്റവരെ നിന്റെ മുമ്പിൽ കൊണ്ടിരുത്തും. നീ യോസേപ്പ് അവർക്ക് ആഹാരം വിളമ്പി കൊടുത്തെന്നല്ലേ വേദപുസ്തകത്തിൽ വായിക്കുന്നേ? വെറും ആഹാരമല്ല, കൊട്ടാരത്തിലെ വിഭവ സമൃദ്ധമായ വിരുന്ന് അവരെ അതിനകത്ത് കൊണ്ടുപോയി യോസേപ്പ് തന്നെ അവർക്ക് വിളമ്പി കൊടുത്തു. നിന്നെ വിറ്റവന് നീ തീർന്നെന്ന് പറഞ്ഞവന് അവരൊന്നും കഴിച്ചിട്ടില്ലാത്ത ആഹാരം നിന്റെ വീട്ടിനകത്ത്, നിന്റെ പാണ്ഡികശാലക്കകത്ത്, നിന്റെ വിരുന്നുശാലക്കകത്ത് ഒരുക്കി കൊടുക്കാൻ ദൈവം നിന്നെ അനുവദിക്കും. ഹല്ലേലൂയ.
എന്റെ ദൃഷ്ടിയിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുപോലത്തെ ഒരു പ്രതികാരമായി പോയില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് മോശയുടെ കാലത്ത് ഈ വഴിയുടെ പോകുമ്പോൾ നിന്റെ പുരയിടത്തിൽ നിന്ന്, നിന്റെ നാട്ടിൽ നിന്ന് ഞാനോ എൻ്റെ മൃഗങ്ങളോ ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ അതിന്റെ കൂലി തരാം എന്ന് പറഞ്ഞിട്ട് പോലും വെള്ളം കൊടുക്കുകയോ കാൽനടയായി പോകാൻ സമ്മതിക്കാത്ത ആ ഏദോമിന് വേണ്ടി കാലങ്ങൾ കഴിഞ്ഞാലും അവന്റെ വഴിയിലൂടെ, ഈ വെള്ളമില്ലാത്ത കാലത്ത് മരുഭൂമിയിൽ അവന്റെ പുരയിടത്തിലൂടെ വെള്ളം വരാൻ കാരണമായത് അന്ന് വഴി അടച്ച ഇസ്രായേൽ മക്കൾ നിമിത്തമാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകരക്കാലം നീ നിമിത്തം നിന്റെ സഹോദരനൊരു നന്മയുണ്ടാകട്ടെ. അതിൽ സന്തോഷമുള്ളവർ ദൈവത്തിന് നന്ദി പറഞ്ഞേരെ. ഞാൻ നിമിത്തം എൻ്റെ അപ്പന്റെ കുടുംബത്തിന്, എൻ്റെ അമ്മ അവരെന്തൊക്കെ ചെയ്താലും നിന്റെ ഭർത്തൃ കുടുംബത്തിന്, നിന്റെ സഹോദര കുടുംബത്തിന്, നിന്റെ അപ്പന്റെ ആരുടെ വീടിന് ഒരു നന്മയുണ്ടാകട്ടെ. അവരുടെ വരൾച്ച മാറട്ടെ. ഹല്ലേലൂയ. അന്ന് പറഞ്ഞു സ്തോത്രം, ഈ വഴി വരാൻ പറ്റിയാല. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നില്ലേ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന്. അത് റോമാലേഖനം എഴുതിയപ്പോൾ ഉണ്ടാക്കിയ ഒരു പോളിസിയല്ല, ദൈവത്തിൻ്റെ ഒരു തത്വമാണത്. പുരാതന കാലം മുതൽ ദൈവം വിളിച്ച ആളുകൾക്ക് ലോകം എന്ത് ദോഷം ചെയ്താലും കുറെ കഴിയുമ്പോൾ അവർ ചെയ്ത ദോഷം ഇവർക്ക് നന്മയാക്കി മാറ്റും ദൈവം. അത് ദൈവിക പോളിസികൾ എന്ന് പറയും, ദൈവത്തിൻ്റെ തത്വങ്ങൾ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിയാതെ നമ്മൾ ജീവിതം നയിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുന്നത് മാനുഷികമായും രാഷ്ട്രീയമായും ഒക്കെ നമ്മൾ സ്തോത്രം ഇവിടുത്തെ മുഖാന്തരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ദൈവം അങ്ങ് മാറി നിൽക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തിനൊരു പോളിസി ഉണ്ട്. ആ പോളിസി, ഞാൻ വിളിച്ച് ഒരുവനെതിരെ ആരെന്ത് ചെയ്താലും അത് നാളെ ഞാൻ നന്മയാക്കി മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യം പറഞ്ഞ യോസേപ്പ് സഹോദരങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ദ്രോഹം ചെയ്തു. ഫറവോൻ അത് നന്മയാക്കി എന്നല്ല എഴുതിയിരിക്കുന്നത്. എന്റെ കാലം മാറിയപ്പോൾ നന്മയായി എന്നല്ല എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ നിങ്ങൾ എനിക്ക് ദ്രോഹം ചെയ്തു, എന്റെ ദൈവം എനിക്കത് നന്മയാക്കി മാറ്റി. ഈ പകൽക്കാലം ശത്രു ചെയ്യുന്നത്, കുടുംബക്കാർ ചെയ്യുന്നത്, നിന്റെ വിരോധി ചെയ്യുന്നത്, അസൂയ കയറിയവൻ ചെയ്യുന്നത്, അതെല്ലാം നിനക്ക് അനുഗ്രഹമാക്കുന്ന, നിനക്ക് നന്മയാക്കുന്ന നമ്മുടെ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാമോ അങ്ങനെ ദൈവാത്മാവിൽ ശക്തിയോടെ ഉടര ബലക ശമന രഗതേ. നന്ദി 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 കർത്താവേ. യേശുവിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് ഒന്നോടെ സ്തോത്രം ചെയ്താൽ സ്തോത്രം ചെയ്യുന്നു. നന്മയാക്കി തീർത്തു. എന്താ സംഭവിച്ചെന്നറിയാമോ? സ്തോത്രം, അവർക്ക് ഏദോമിലൂടെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് 22-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, സംഖ്യ 20-22 മുതൽ വായിക്കും, പിന്നെ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാദേശിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഹോർ പർവ്വതത്തിലെത്തി. ഏദോം ദേശത്തിന്റെ അതിരിങ്കലുള്ള ഹോർ പർവ്വതത്തിൽ വെച്ച് യഹോവ മോശയോട് അഹരോനോടും അരുളിച്ചെയ്തു പറഞ്ഞ് നടക്കുക. അവിടെ നടന്ന സംഭവങ്ങൾ ഞാൻ പറയാം. മറ്റേ വാക്യത്തിലേക്ക് വന്ന് അവസാന ഭാഗത്തേക്ക് കയറാം. ഏദോം വഴി അടച്ചു, അതിലെ പോകാൻ പറ്റിയില്ല. 5 കാര്യങ്ങളാണ് മോശ അവിടെ റിക്വസ്റ്റ് ചെയ്തത്. അത് ഞാൻ 5 പറയുന്നില്ല. 5 കാര്യങ്ങളും നിഷേധിച്ചു. ഒരു കാര്യം പോലും അംഗീകരിച്ചില്ല. ചില വീടുകളിൽ അങ്ങനെയാ, നമ്മൾ പറയുന്ന ഒരു കാര്യം പോലും അംഗീകരിക്കുകയില്ല. സ്തോത്രം. ഒരഭിപ്രായ സ്വാതന്ത്ര്യമില്ല. നീ പറയുന്ന എല്ലാം തട്ടിക്കളയും. അതിനകത്ത് ന്യായമുണ്ടോ ന്യായമില്ലയോ എന്നുള്ളതല്ല, നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നീ പറയുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ദൈവത്തിങ്കൽ പിടിച്ചു നിൽക്ക്. നീ പറഞ്ഞതിനെല്ലാം ദൈവം മറുപടി തരും. അതിൻ്റെ പുറകിൽ ദൈവം എന്തെങ്കിലും ചെയ്യും. നീ പറഞ്ഞ കാര്യം മണ്ടത്തരമായതുകൊണ്ടല്ല, നീ പറഞ്ഞ കാര്യം മോശമായതുകൊണ്ടല്ല, നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങൾ അംഗീകരിക്കാത്തത്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് കുറേ കാര്യങ്ങളുടെ പ്രഷർ മാറ്റാം. എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ അംഗീകരിക്കാതിരുന്നത്. അല്ലെങ്കിൽ എൻ്റെ ആത്മീകം ഇഷ്ടമല്ല, എൻ്റെ ആരാധന ഇഷ്ടമല്ല, എൻ്റെ ദൈവത്തെ അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ പലതും അംഗീകരിച്ചില്ല. പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റും. ഇന്ന് പകലിൽ എന്നോട് വീണ്ടും ദൈവ ഭാഗത്ത് നിന്ന് പറയുന്നു, ഈ കൊല്ലം നീ അനുഭവിച്ചതെല്ലാം അടുത്ത കൊല്ലം നന്മയായി മാറും. നീ കേട്ട നിന്റെ അഭിപ്രായങ്ങളെ തട്ടിക്കളഞ്ഞത്, നീ പറഞ്ഞ ഒരു കാര്യവും വിലക്കെടുക്കാതിരുന്നത്, നിന്നെ വഴി തിരിച്ചു വിട്ടത്, നിന്നെ വഴി നടത്താതിരുന്നത്, നിന്റെ വഴി അടച്ചത്, നിന്റെ പേര് സജസ്റ്റ് ചെയ്തിട്ട് പോലും നീ വേണ്ടെന്ന് പറഞ്ഞ് തട്ടിമാറ്റിയത്, അതുപോലും അടുത്ത നാളുകളിൽ നന്മയാക്കി മാറ്റാൻ സ്വർഗം തീരുമാനിച്ചിട്ടുണ്ട്. ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ പലരുടെയും പേരായിരിക്കും ആദ്യം വന്നത്. എന്നാൽ ചില ദോഷൈക ദൃക്കുകൾ ഏതെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ പേര് വെട്ടിച്ച് കാണും. നീ പോലും അറിഞ്ഞു കാണുകയില്ല. ഞാൻ ആരോടാണിത് പറയുന്നത് എനിക്കറിയില്ല. ദൂരത്തിരുന്ന് കേൾക്കുന്ന ഏതെങ്കിലും കർത്തൃദാസന്മാരടക്കം ഉണ്ടെങ്കിൽ നീ ആയിരുന്നു വാസ്തവത്തിൽ അതിന് യോഗ്യൻ. പക്ഷെ നിന്റെ പേര് മനഃപൂർവ്വമായി വെട്ടിച്ച് കാണും. പക്ഷെ എൻ്റെ ദൈവം എന്നോട് പറയുന്നു, ഈ കൊല്ലം നിന്റെ പേര് വെട്ടിച്ചെങ്കിൽ അടുത്ത കൊല്ലം നിന്റെ പേര് ദൈവം എഴുതി ചേർക്കും. നീ വിചാരിക്കാത്ത നിലയിലേക്ക്, നീ ചിന്തിക്കാത്ത മേഖലയിലേക്ക് നിന്റെ പേര് കൊണ്ടുവരുവാൻ സ്വർഗം വിശ്വസ്തനായ ദൈവമാണ്.
രാജസദസ്സുകളിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നീ പ്രസംഗിക്കേണ്ട, പ്രവചിച്ചാൽ മതി. അതുപോലെ ഞാൻ ദൈവാത്മാവിൽ പറയാം, വലിയ വലിയ ഉന്നതന്മാരുടെ സദസ്സുകളിൽ കൊച്ചു വീട്ടിൽ ജനിച്ച നിന്റെ പേര് പറയാൻ ദൈവം ആളെ നിർത്തിയിട്ടുണ്ട്. ആളെ നിർത്തിയിട്ടുണ്ട്. ഞാൻ യോസേപ്പിനെ തന്നെ ഒന്നുകൂടെ കൊണ്ടുവരാം. ഈ ദൂത് തെളിഞ്ഞു വരുമ്പോൾ വീട്ടിൽ നിന്ന് സഹോദരങ്ങൾ നിന്റെ പേര് വെട്ടിയതാ, റേഷൻ കാർഡിൽ നിന്ന് പോലും വെട്ടി. അവൻ ചത്തതാ. സ്തോത്രം. അവനിനി ഞങ്ങളുടെ കുടുംബത്തിലില്ല, അവനിനി ലോകത്തിലില്ല, ഭൂമിയിലില്ല എന്ന് പറഞ്ഞ് അവന്റെ വസ്ത്രം കീറി പേര് വെട്ടിയതാ. പക്ഷെ 13 കൊല്ലം കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലല്ല, മിസ്രയീമിലെ ഫറവോന്റെ മുമ്പിൽ യോസേപ്പിന്റെ പേര് ഏറ്റു പറയാൻ സ്വർഗ്ഗം ഒരുവനെ നിർത്തിയെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പകരക്കാലം പറയുന്നു, നിന്റെ പേര് വെട്ടിച്ചവരുടെ നടുവിൽ വിശ്വസിക്കാമെങ്കിൽ മാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ പേര് കീറിയവരുടെ നടുവിൽ അവരെക്കാൾ ശക്തന്മാരെ കൊണ്ട് ഹല്ലേലൂയ. നിന്നെ അറിയാത്ത രാജാവിന്റെ മുമ്പിൽ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, നിനക്കൊരു അവസരം ഉണ്ടാക്കാൻ, നിന്റെ സാധ്യത തെളിച്ചു കൊണ്ടുവരാൻ, നിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ, നീ കണ്ട ദർശനം സഫലമാകാൻ, നിന്റെ വാഗ്ദത്തം നിറവേറാൻ നിന്റെ പേര് ആരെങ്കിലും പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. ഒതുങ്ങിപ്പോയ നിന്നെ ചിലർ കൂടി ഒതുക്കി കളഞ്ഞ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ആത്മാവ് ഉപവാസത്തിന്റെ 6-ാം ദിവസം സ്വർഗസ്ഥനായ ദൈവം ചിലർക്ക് വേണ്ടി, കൃപയുള്ളവർക്ക് വേണ്ടി, ശുശ്രൂഷയുള്ളവർക്ക് വേണ്ടി സ്വർഗം എഴുന്നേറ്റിരിക്കുക. ദൈവാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. അവസരങ്ങൾ തട്ടിക്കളഞ്ഞ് ചിലർക്ക് വേണ്ടി ദൈവം പേര് പറയിപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഭാരപ്പെടരുത്, ഭയപ്പെടരുത്. പേര് മായ്ച്ചു കളഞ്ഞ സ്ഥാനത്ത് നിന്റെ പേര് നീ ആര് പറയാൻ, എവിടെ പറയാൻ? സ്തോത്രം. ഇല്ലാത്ത കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ കുറ്റവാളി. അത് എന്താ, ഏത് തരത്തിലെ കുറ്റമാണ്? സമൂഹത്തിലെ ഏറ്റവും മോശമായ കുറ്റം അല്ലേ? സ്തോത്രം. പുത്തിപ്പേറിന്റെ ഭാര്യയോടുള്ള ബന്ധം, അതിനാണല്ലോ ജയിലിൽ കിടക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. അത്രയ്ക്ക് അപമാനിതനായ ആ പേരിനി ആരും പറയാതെ, പിള്ളേർക്ക് പോലും ആ പേരിടണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ആ പേര് ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ സാമ്രാജ്യാധിപന്റെ മുമ്പിൽ ആ പേര് കൊണ്ടുവരാൻ, ഒരവസരം ഉണ്ടാക്കാൻ ദൈവം ആളെ നിർത്തി. നീ അറിയാത്ത, നിന്റെ സഹോദരങ്ങളല്ലാത്ത, നിന്റെ സഭക്കാരല്ലാത്ത, നീ വിശ്വസിച്ചവരല്ലാത്ത, നിന്റെ കൂടെ വളർന്നവരല്ലാത്ത ആരോ രക്തത്താല ജയം, രക്തത്താല ജയം. നിങ്ങൾ പേടിക്കണ്ട. ദൈവത്തിന്റെ പക്ഷത്ത് നിന്നാ മതി. വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും ദൈവം നിന്റെ പേര് പറയാൻ. ഇങ്ങനെ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ കഴിവുണ്ട്, കൃപയുണ്ട്, വരമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ സ്വർഗം കൃപ കൊടുത്തിരിക്കുന്ന ഒരാളെ എനിക്കറിയാം എന്ന് പറഞ്ഞ് നിന്റെ പേര് പറയാൻ, നിന്റെ സാധ്യത തെളിഞ്ഞു വരാൻ, നിന്റെ കാലം മാറാൻ, നിന്റെ അഡ്രസ് മാറാൻ സ്വർഗം പറയുന്നു, ഒരു പേര് പറയാൻ ഒരാളുണ്ടായാൽ മതി. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവം, വിശ്വസ്തനായ ദൈവം. തിരിച്ചു വരാം. ഇടയ്ക്കിടയ്ക്ക് ദൈവാത്മാവ് ഓർപ്പിക്കുന്ന ദൂതുകൾക്കായിട്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ചു വരാം. ഏതോ വഴി നടത്താതിരുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. അതിനകത്ത് സ്തോത്രം, പ്രഥമ ദൃഷ്ടിയാ നമുക്ക് വിഷമം തോന്നുമെങ്കിലും സ്തോത്രം, ഈ ഹോർ പർവ്വതത്തിലെത്തി അവർക്ക് അവിടെ പോകേണ്ടി വന്നു. അവിടെ വെച്ചാണ് സംഭവിക്കുന്നത്. സ്തോത്രം. അഹരോന്റെ വസ്ത്രം ഊരി എലയാസറിനെ ധരിപ്പിക്കുകയാണ്. സ്തോത്രം. അതൊരു ട്രാജഡി ആണോ എന്ന് ചോദിച്ചാൽ, കാരണം കനാനിലേക്ക് എത്തേണ്ടതായിരുന്നു അഹരോൻ, അത് പറ്റിയില്ല. അതിൻ്റെ കാരണങ്ങൾ ഞാനത് പോസിറ്റീവ് മാത്രം കാണുന്നു. ഇന്നത്തെ ദൂതിൽ അവൻ്റെ സന്തതിക്ക്, അവൻ്റെ തലമുറയ്ക്ക് അധികാരത്തിൻ്റെ അങ്കി അവിടെ വെച്ച് ലഭിച്ചു. ഒരു പുതിയ തുടക്കം ആരംഭിച്ചു. പകല് നിങ്ങൾ വിശ്വസിക്കുക. ചിലർ വഴി അടച്ചത് നിമിത്തം നിന്റെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹം. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഒരുപക്ഷെ വചനത്തിന്റെ തലമുടിനാരുടെ കീറി പരിശോധിക്കുന്നവർ ചോദിച്ചേക്കാം, ആ പാരഗ്രാഫ് അങ്ങനെയാണോ വ്യാഖ്യാനിക്കേണ്ടതെന്ന്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, സ്തോത്രം, ഏതോ വഴി അടച്ചത് കൊണ്ടാണ് ഹോർ പർവ്വതത്തിൽ ചെല്ലേണ്ടി വന്നത്. അവിടെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, ഹോർ പർവ്വതത്തിൽ ചെല്ലേണ്ടി വന്നത് എളുപ്പ വഴി അടച്ചത് കൊണ്ടാണ്. അതിനങ്ങ് വട്ടം കയറി പോകായിരുന്നു. അവരത് അടച്ചത് കൊണ്ട് ഈ മല കയറേണ്ട വന്നു. പക്ഷെ ഞാനൊരു ദൂത് പറയാം, മെനക്കെട്ടെങ്കിലും
നീ ഈ പർവ്വതം കയറിയത് നിന്റെ സന്തതിക്ക് ഒരു വേദി ഒരുക്കുക. പർവ്വതം അവനെ ഉയർത്താൻ, അവന്റെ മേൽ കിടക്കുന്ന നിയോഗം വെളിയിൽ കൊണ്ടുവരുവാൻ, അടുത്ത തലമുറ പുറത്തു വരുവാൻ, അടുത്ത ശുശ്രൂഷ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് വേദി ഒരുക്കുകയാണ്. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ്. ദൈവം ചിലത് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ കാലം കഴിഞ്ഞാലും, ഹല്ലേലൂയ, നിന്റെ കാലം കഴിഞ്ഞാലും അടുത്തൊരു തലമുറയെ അവനെ അഭിഷേകം ചെയ്യാൻ, അവനെ രംഗത്ത് കൊണ്ടുവരാൻ, അവനെ പുതിയ അങ്കി ഇടിയിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ ഒരു രംഗവേദിയാണ് ഈ ഹോർ പർവ്വതം. പകൽക്കാലം ഞാൻ നിന്നോട് പറയാം, നിന്റെ കണക്കുകൂട്ടലിൽ പെടാത്ത ഏത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തെ ഒരു അനുഗ്രഹത്തിന്റെ വേദിയാക്കി മാറ്റാൻ, ഒരു നന്മയുടെ സ്റ്റേജാക്കി മാറ്റാൻ ദൈവമായ കർത്താവ് ഇടയാക്കും. സ്തോത്രം, ഹല്ലേലൂയ. ആ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാണ് അധികാര കൈമാറ്റം നടക്കുന്നത്. തലമുറ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത്, അങ്കി ഊരി ധരിപ്പിക്കുന്നത്, അടുത്തൊരു തലമുറ പൊങ്ങി വരുന്നത്. യേശുവിന്റെ നാമത്തിൽ ചില കാര്യങ്ങൾ അടഞ്ഞത് ദൈവസഭയ്ക്ക് നന്മയാകട്ടെ, നിന്റെ കുടുംബത്തിന് അനുഗ്രഹമാകട്ടെ, നിന്റെ ശുശ്രൂഷയ്ക്ക് ഉയർച്ചയാകട്ടെ. കൃപാരക ശബ്ദനരകതനാധികാര യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയാം, അപ്പന്റെ വഴി അടഞ്ഞെങ്കിൽ മക്കൾക്കൊരു ഉയർച്ച വരും. അമ്മയുടെ വഴി അടച്ചെങ്കിൽ നിന്റെ സന്തതിക്കൊരു ഉയർച്ച വരും. നിന്നെ ഈ പർവ്വതത്തിൽ കയറ്റിയത് വെറുതെയാകില്ല. സ്തോത്രം, ഹല്ലേലൂയ. നീ ഇതിന്റെ മുകളിൽ വന്നെങ്കിൽ, ഇതിന്റെ മുകളിൽ വെച്ച് സ്വർഗ്ഗം ഒരു വലിയ കാര്യം, നിന്റെ പ്രതീക്ഷയിലില്ലാത്ത കാര്യം, പ്രോഗ്രാമിൽ പെടാത്ത കാര്യം, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് ഹിതമുള്ള കാര്യം സ്വർഗ്ഗം നിറവേറ്റാൻ പരിശുദ്ധാത്മാവ് ഒരുങ്ങുകയാണ്. ദൈവം അത് ചെയ്യുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ വാഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. തിരിച്ചു വരികയാണ്. ഞാൻ സംഖ്യാപുസ്തകത്തിലേക്ക് പോയത്, ഇങ്ങനെ ഒരു പഴയ കാലം ഏതോമ്യ ചരിത്രത്തിലുണ്ടായിരുന്നു. വെള്ളത്തിന് വില കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും നിഷേധാത്മകമായ രീതിയിൽ മറുപടി പറഞ്ഞ് അവിടെ നിന്ന് പ്രതികരിച്ച് വഴിമാറ്റി വിട്ട അവര് വെള്ളം മുട്ടി നിൽക്കുമ്പോൾ, വെള്ളം വന്നത് മോളിൽ നിന്നല്ല. വെള്ളം, സാധാരണ വെള്ളം വരുന്നത് ഉറവയാണെങ്കിൽ ഭൂമിക്കടിയുന്ന, ഇത് മോളിൽ നിന്നുമല്ല താഴേന്നുമല്ല. ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ള വഴി കൂടെ അല്ല നിന്റെ നന്മ വരുന്നത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം ദൈവം പറയുന്നു, വിചാരിക്കാത്തിടത്തൂടെയാണ് പ്രാർത്ഥനയുടെ മറുപടി വരുന്നത്, ആലോചനയുടെ നിവർത്തി വരുന്നത്, ദൂതിന്റെ നിവർത്തി വരുന്നത്. നീ വിചാരിക്കുന്നിടത്തെ കൂടെയല്ല, നീ കണ്ടിടത്തെ കൂടെയല്ല, നീ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരു മേഖലയിലൂടെ എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാകും? അതിലൂടെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൈവത്തിന്റെ ആലോചന പറയുന്നു. സാധാരണക്കാർക്കല്ല വെള്ളം കിട്ടണമെങ്കിൽ ഒന്നുകിൽ മോളിൽ നിന്ന് മഴ പെയ്യണം, അല്ലെങ്കിൽ കിണർ കുത്തി അടിയിൽ നിന്ന് ഭംഗി വരണം. അതല്ലാതെ വേറെ വഴിയില്ല. എന്നാൽ ഈ രണ്ട് വഴി അല്ലാതെ, എല്ലാവരും കണ്ട വഴിയല്ലാതെ മറ്റൊരു വഴിയിലൂടെ, പണ്ട് നിന്നെ ഒതുക്കിയവന്റെ വഴിയിലൂടെ, നിന്നെ ശത്രുവിനെ പോലെ കണ്ടവന്റെ വഴിയിലൂടെ, നിന്റെ വെള്ളം മുടക്കിയവന്റെ വഴിയിലൂടെ, നിന്റെ വഴി വിലക്കിയവന്റെ വഴിയിലൂടെ, നിന്നെ ശത്രുവായി കണ്ടവന്റെ വഴിയിലൂടെ, ആ പാളയത്തിലൂടെ എന്റെ ദൈവം നിന്റെ ദൂതിന്റെ നിവർത്തി വരുത്താൻ പോകുകയാ, നിന്റെ പ്രവചനത്തിന്റെ നിവർത്തി വരുത്താൻ പോകുകയാ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വരുത്താൻ പോകുകയാ, നിന്റെ ആലോചന രക്തത്താലെ ജയം. ഇവിടെ ഈ വരുന്ന വെള്ളം ഒരു സ്വാഭാവികമായി വരുന്നതല്ല. ആർക്കും ഒരു ഐഡിയ ഇല്ല. പ്രവാചകൻ പറഞ്ഞ ദൂതിനകത്ത് ഇത്രയേ ഉള്ളൂ, താഴ്വരയിൽ കുഴികൾ വെട്ടിക്കോ, കുഴികൾ വെള്ളം കൊണ്ട് നിറയും. കുഴി വെട്ടിയാൽ, ആഴമുള്ള കുഴിയാണെങ്കിൽ കിണറായാൽ താഴേന്ന് വെള്ളം വരും, ഇല്ലെങ്കിൽ മഴ പെയ്താൽ മുകളിൽ നിന്ന് കുഴി നിറയും. വിശദീകരണങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ ദൈവം ഹൃദയത്തിൽ തോന്നാത്ത വഴിയിലൂടെയാ. ഞാനത് ഒന്നോടെ എടുത്തു പറയാം. ഈ വെള്ളം ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഞാൻ എൻ്റെ ഫൈനൽ ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കുക. ഈ വെള്ളം വെറും വെള്ളമല്ല, ഇത് ഒഴുക്ക് വെള്ളമല്ല, ഇത് മഴ വെള്ളമല്ല, ഇത് ഉറവ വെള്ളമല്ല, ഇത് പ്രാർത്ഥനയുടെ മറുപടിയാണ്. നിങ്ങൾക്കൊരല്പ നേരത്തേക്ക് ഈ ഏലീശയെയും ഈ രാജാവിനെയും ഈ കുഴിയൊക്കെ പ്രവചനങ്ങൾ കേട്ട് കേട്ട് തഴമ്പിച്ചൊരു വാക്യമാണത്. ഒരുപക്ഷെ മലയാളികളായിരിക്കുന്ന ദൈവമക്കൾ ഏറ്റവും കൂടുതൽ കേട്ട പ്രവചന ശബ്ദമായിരിക്കും അത്. ഞാൻ തന്നെ എത്രയോ പേരുടെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ തലയെ കൈവച്ച് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ കാറ്റ് കാണില്ല, മഴ കാണില്ല, കുഴി വെട്ടിക്കോളം. അങ്ങനെ ഏറ്റവും കൂടുതൽ മലയാളികൾ കേട്ടിട്ടുള്ളൊരു പ്രവചന വാക്കായിരിക്കും ആ വാക്യം. പക്ഷെ ഇന്ന് പകലിൽ ദൈവം പറയുന്നു, നിങ്ങൾ ഇന്ന് പകലിൽ ഈ ദൂത് കേൾക്കുമ്പോൾ
ഈ വെള്ളം നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി കാണണം, നിന്റെ കണ്ണീരിന്റെ മറുപടിയായി കാണണം, നിന്റെ വാഗ്ദത്ത നിവൃത്തിയായി കാണണം, 2025 നീ കേട്ട ദൂതിന്റെ നിവൃത്തിയായി കാണണം, നിന്നോട് പറഞ്ഞ പ്രവചന നിവൃത്തിയായി കാണണം. ഓ, ദൈവത്തിന് നിന്റെ മേൽ പ്രസാദം തോന്നിയിട്ട്, ആദരവ് തോന്നിയിട്ട് സ്വർഗം തന്ന് ദൂതായി കാണണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് ഈ രാജാക്കന്മാർക്ക് ആവശ്യം വെള്ളമായിരുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയം വെള്ളമായിരുന്നു. നിങ്ങൾ 21 ദിവസം ഉപവാസത്തിൽ ഇരിക്കുന്നത് കുഞ്ഞിൻ്റെ വിവാഹത്തിനായിരിക്കാം. അടുത്ത കൊല്ലമെങ്കിലും എൻ്റെ ദൈവമേ ഞങ്ങളുടെ വീട്ടിലെ ഈ നിന്ന മാറാനായിരിക്കാം. എൻ്റെ ഒരു മോൻ പഠിച്ചിട്ടും എന്തോ പറ്റിയെന്നറിയില്ല, വീട് വിട്ട് പുറത്തിറങ്ങാതെ, ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ വരാതെ, പള്ളി പോകാതെ, ആരെയും കാണാൻ ഇഷ്ടപ്പെടാതെ അകത്ത് ഒതുങ്ങിപ്പോയവൻ, കർത്താവേ അവനെ ഒന്ന് പുറത്തിറക്കണം, അവനെ ഒരു മനുഷ്യനാക്കണം. ഇതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം. നിങ്ങളുടെ വീട്ടിലെ മുറ്റത്ത് ഇഷ്ടംപോലെ വെള്ളം കാണും, അതായിരിക്കില്ല വിഷയം. നിങ്ങളുടെ വിഷയം അതായിരിക്കാം. നിങ്ങളുടെ വിഷയം സാമ്പത്തികമായിരിക്കാം, ആത്മീകമായിരിക്കാം, ശുശ്രൂഷയായിരിക്കാം. എന്താണെങ്കിലും ഈ വെള്ളത്തിന്റെ സ്ഥാനത്ത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ കാണ്. എന്നിട്ട് നീ വിശ്വസിക്കുക, ഇന്നലെ വരെയും ചരിത്രം കണ്ട വഴിയിലൂടെ അല്ല നീ വെച്ചിരിക്കുന്ന ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനയുടെ മറുപടി വരുന്നത്. നീ വിചാരിക്കാത്ത പാളയത്തിലൂടെ നീ നോക്കി നിൽക്കുമ്പോൾ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നീ വിചാരിക്കാത്ത വഴിയിലൂടെ വെള്ളം വരും, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വരും. നീ കുഴിച്ചിട്ടിരിക്കുന്ന കുഴികൾ നിറയും. ഏദോം എന്ന പഴയ എതിരാളി, കയ്പും വൈരാഗ്യം ഉള്ളിൽ വെച്ചോണ്ടിരുന്ന അവന്റെ മിറ്റത്തൂടെ, അവന്റെ പുരയിടത്തിലൂടെ, അവന്റെ പെരുവഴിയിലൂടെ, അവനുള്ള വെള്ളം അല്ല, നിനക്കുള്ള വെള്ളം, നിനക്കുള്ള മറുപടി അവരുടെ കൺമുമ്പിലൂടെ, ആ നാട്ടിലൂടെ, ആ ദേശത്തൂടെ സ്വർഗസ്ഥനായ ദൈവം അവരുടെ മണ്ണിലൂടെ ഒഴുകി ഒഴുകി നിന്റെ കുഴിയിൽ ചാടിക്കും. യെസ്, കൃപാരക ശംദരരഗദന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകി ഒഴുകി നിന്റെ കുഴി ചാടിക്കും. ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം. സ്തോത്രം, ഹല്ലേലൂയ. അമിതമായി വിശ്വസിക്കുക, ആ വഴിയിലൂടെ ദൈവം കൊണ്ടുവരും. നമ്മുടെ ദൈവത്തിന് അതിന് കഴിവുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. സ്തോത്രം, ഹല്ലേലൂയ. നീ വിചാരിക്കാത്ത വഴിയിലൂടെ സ്വർഗം കാര്യങ്ങളെ നടത്തും. നീ പറഞ്ഞ ആരും ആയിരിക്കുകയല്ല നിനക്ക് വേണ്ടി കാര്യം നടത്തുന്നത്. സ്തോത്രം, വിചാരിക്കാത്ത വഴിയിലൂടെ വെള്ളം വരും, വെള്ളം വരും. വെള്ളത്തിൻ്റെ വരവ് നിങ്ങൾ ആ ഭാഗം ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. 2018 വെള്ളപ്പൊക്കം. സ്തോത്രം, ഞങ്ങളായിരുന്ന കോമ്പൗണ്ടിലൊക്കെ വെള്ളം കയറി ഓർക്കുന്നുണ്ട്. ഞാനതിന് ദൃക്സാക്ഷിയല്ല, പക്ഷേ ദൃക്സാക്ഷിയായ ആളുകൾ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന പുരടം ആറിൻ്റെ തീരമല്ല, വെള്ളം കയറേണ്ട സ്ഥലമല്ല. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വെള്ളം വന്നു. നോക്കി നിൽക്കുമ്പോൾ സാധാരണ നിങ്ങളുടെയൊക്കെ പുരടം പോലെ ആ പുരടത്തിലൂടെ സുനാമി തിരകൾ മറിഞ്ഞു വരുന്നത് പോലെ വെള്ളം മറിഞ്ഞു മറിഞ്ഞു വന്നു. ഞങ്ങളുടെ ചർച്ച് കോമ്പൗണ്ടിന് മതിലുണ്ടായിരുന്നു. ആ മതിലെ വന്ന് ഇടിച്ചു. കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ പുറത്ത് 4 ഇഞ്ച് ബെൽറ്റ് വാർത്തിട്ട് അതിൻ്റെ പുറത്ത് ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടിയതാണ് മതിൽ. ആ ഒഴുകി, ആറല്ല തോടല്ല, പുരയിടത്തിലൂടെ ഒഴുകി വന്ന വെള്ളം ഈ മതിലെ വന്ന് ഇടിച്ചപ്പോൾ 4 ഇഞ്ച് കനത്തിൽ കമ്പിയിട്ട് വാർത്ത ബെൽറ്റ് പൊളിച്ച് മതിലകത്തേക്ക് മറിഞ്ഞു. സ്തോത്രം, പുരയിടത്തിലൂടെ ഒഴുകി വന്ന സുനാമി ഒന്നുമല്ല, വെറും വെള്ളം ഒഴുകി വന്നത്. ആ വെള്ളത്തിന്റെ ശക്തി ആ മതിലിടിച്ചു. ദൈവാത്മാവിൽ പറഞ്ഞു ഞാൻ നിർത്താം. നിന്നെ നിന്ദിച്ചവന്റെ വഴിയിലൂടെ സകല തടസ്സങ്ങളെയും ഇടിച്ചോണ്ട്, സകല മതിലുകളെയും ഇടിച്ചോണ്ട്, സകല അതിരുകളെ ഭേദിച്ചുകൊണ്ട് നീ പ്രതീക്ഷിച്ചിരിക്കുന്ന നിന്റെ പുരയിടത്തിലേക്ക്, നിന്റെ താഴ്വരയിലേക്ക്, നീ വിചാരിക്കാത്ത വഴിയിലൂടെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ, നിന്റെ പ്രവാചന ദൂതന്റെ നിറവേറലിനെ, നിന്നോട് ദൈവദാസന്മാർ പറഞ്ഞു വിട്ട ആലോചനയുടെ നിറവേറൽ വിചാരിക്കാത്തിടത്തൂടെ എൻ്റെ ദൈവം വരുത്താൻ പോകുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പാളയത്തിലൂടെ നിന്റെ നന്മ വരുന്നുണ്ട്, നിന്റെ അനുഗ്രഹം വരുന്നുണ്ട്, നിന്റെ വാഗ്ദത്തം വരുന്നുണ്ട്, നിന്റെ മറുപടി വരുന്നുണ്ട്, നിന്റെ സ്വപ്നത്തിന്റെ നിറവേറൽ വരുന്നുണ്ട്, നിന്റെ ഉപവാസത്തിന്റെ മറുപടി വരുന്നുണ്ട്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഈ സഹോദരങ്ങളുടെ എഴുതി കൊടുത്ത, എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ഭോജനയാഗത്തിന്റെ സമയം എന്ന സബ്ജക്റ്റ് ആയിരുന്നു. ആ ടൈമിംഗ് ആയിരുന്നു. അങ്ങനെ ബൈബിളിൽ കണ്ട 3-4 സമയം. സ്തോത്രം, ആ സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ അതായിരുന്നു ഒന്ന് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നത്. സ്ക്രീനിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എഴുതി കൊടുത്തത്. പക്ഷെ ആ വാക്യങ്ങളിലേക്കൊന്നും പോയില്ല.
പലപ്പോഴും നിങ്ങൾക്കറിയാം, പലപ്പോഴും പവർ വിഷന്റെ ഈ പുൾപിറ്റിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടെ വരുന്ന ഏത് ദൈവദാസന്മാർ. അതിന്റെ കാരണം നിങ്ങളെ പോലുള്ള ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് ഈ അന്തരീക്ഷം ആത്മാവിൽ ഒരു സാന്നിധ്യത്തിൽ മുങ്ങിക്കിടക്കുക. ഇവിടെ മനുഷ്യന്റെ ബുദ്ധി വർക്കൗട്ട് ആകില്ല. ഇവിടെ പ്രഭാഷകന്റെ കഴിവ് തെളിയില്ല. ഇരിക്കുന്ന ജനത്തെ നോക്കി ദൈവം ദൂത് പറയുന്ന വേദിയാണിത്. കർത്താവിന്റെ ആത്മാവ് പറയുന്നു, സ്തോത്രം, ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മറുപടി നീ പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെ അല്ല വരുന്നത്. അല്ലാത്ത വഴിയിലൂടെ നിന്റെ പുരയിടം തേടി, നിന്റെ താഴ്വര തേടി, നിന്നോട് 2025 ഏലീശയെ പോലത്തെ പ്രവാചകന്മാർ, അത് ഞാൻ എടുത്തു പറയാ, എന്നിട്ട് സ്വത്രം പറയാവൂ, അത് ഞാൻ എടുത്തു പറയുകയാണ്. വെറുതെ കയറി ഇറങ്ങിയവരല്ല, ഏലീശയെ പോലെ ദൈവാത്മാവുള്ള പ്രവാചകർ. അവര് നിന്നോട് പറഞ്ഞ ദൂതുകൾ, അത് വരുന്ന വഴി നീ കാണാൻ പോവുക. അത് നിന്റെ വീട്ടിൽ കയറാൻ പോകുക. അത് നിന്റെ കുഴിയിൽ ചാടാൻ പോകുക. ഓ റികാബ ശബാരയ സന്ദരാജല ചന്ദലരഗദര. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കേട്ടിട്ടുണ്ട് ആനയെ പിടിക്കാൻ കുഴി കുത്തിയിടാറുള്ളത്. ആനയെ പിടിക്കാൻ എന്തൊരു മലിപ്പോളാന്ന് എനിക്കറിയാലോ, ചതിക്കുഴിയാ. സ്തോത്രം, അതിനകത്ത് ആന വന്ന് ചാടുക. സ്തോത്രം, അത് മനസ്സിൽ ഓർത്തോണ്ട്, അത് ദൂതല്ല, മനസ്സിൽ ഓർത്തോണ്ട്. അതിനേക്കാൾ വലിപ്പമുള്ള ഒരു കുഴി നിന്റെ പ്രവചന ദൂത് വന്ന് ചാടാൻ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വന്ന് ചാടാൻ, നിന്റെ ഉപവാസത്തിന്റെ മറുപടി വന്ന് ചാടാൻ, അത് വന്ന് സ്റ്റോർ ചെയ്യാൻ. വിശ്വസിക്ക്, പ്രാർത്ഥനയുടെ മറുപടി വന്ന് ചാടാൻ. നിന്റെ വീട്ടിൽ നിന്റെ വഴി തെറ്റാതെ ഏദോമിന്റെ വഴിയിലൂടെ നീ കുഴിച്ച കുഴിയിലേക്ക് നിന്റെ കണ്ണുനീരിന്റെ മറുപടി, നീ മുഴങ്കാലും മേലിരുന്ന് നിലവിളിച്ചതിന്റെ മറുപടി അതെത്തിച്ചേരണ്ട സമയം വരിക. അതിന്റെ രംഗപടം മാറുകയാ. 2025 തിരശ്ശീലക്കകത്തേക്ക് പോകുമ്പോൾ സ്തോത്രം, ഹോർ പർവ്വതത്തിൽ അഹരോന്റെ സന്തതികൾക്ക് വേണ്ടി പുതിയൊരു രംഗവേദി ഒരുങ്ങിയതുപോലെ 2026 വാഗ്ദത്തമുള്ള, പ്രവചനമുള്ള, പ്രാർത്ഥനയുടെ മറുപടിയുള്ള, കാത്തിരിക്കുന്ന, വിശിഷ്ടമായി നോക്കിയിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ചിലത് വിചാരിക്കാത്ത വഴിയിലൂടെ, ഏദോമിന്റെ വഴിയിലൂടെ, പഴയ എതിരാളിയുടെ വഴിയിലൂടെ നിന്റെ നന്മ വരും, വരും, വരും. വിശ്വസിക്കുന്നവർ കരമടിച്ചോ, അന്യഭാഷ പറഞ്ഞോ, ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാ. താങ്ക് യു ജീസസ്. എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. വിശ്വാസമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാം. കൊയർ മനോഹരമായ ഒരു പാട്ട് പാടാൻ വേണ്ടി പോകുക. ഈ പാട്ടിന് തൊട്ടു മുമ്പ് ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഈ ദൂത് ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുക. പ്രതീക്ഷിച്ച വഴിയിലൂടെ ഒന്നും വെള്ളം വന്നില്ല. ദൂതുകളും വാഗ്ദത്തങ്ങളും കൈയടക്കി വെച്ചിരിക്കുന്നവരാ നിങ്ങളിൽ പലരും. നമ്മൾ വിചാരിച്ചു ഇന്ന വഴിയിലൂടെ ആയിരിക്കും ഉയർച്ച വരുന്നത്, ഇന്ന വഴിയിലൂടെ ആയിരിക്കും. ആ വഴിയിലൂടെ ഒന്നും ഒരു നന്മയും വന്നില്ല. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ വെള്ളം വരും. അതിനിടെ കിടക്കുന്ന സകല മതിലുകളും തകർക്കും. ആ വരവ് നിന്റെ പുരയിടത്തിലേക്കാണ്, നിന്റെ ജീവിതത്തിലേക്കാണ്. അവിടേക്ക് വരും. കർത്താവേ, കരമടിച്ച് സ്തുതിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം, ദൂതേറ്റെടുത്തവർക്കായി സ്തോത്രം. ഈ പഴയ ഭാഗത്ത് നിന്ന് അങ്ങ് അരുളി ചെയ്ത ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങൾ കാത്തിരിക്കും, പ്രാർത്ഥിച്ചിരിക്കും, വിശ്വാസത്തോടെ കാത്തിരിക്കും. 2025, 24 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ കേട്ട പ്രവചനങ്ങൾ, ഞങ്ങൾ കേട്ട ദൂതുകൾ, അത് വരും നിശ്ചയം. വിചാരിക്കാത്ത വഴിയിലൂടെ അത് വരും നിശ്ചയം. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ചേർന്ന് പാട്ടുപാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ അടിച്ചു തന്നെ പാടി നമ്മുടെ ദൈവത്തെ